മുക്തിയുടെ സ്വർഗവുമാണ്. അത്തരത്തിലുള്ള ഈ ദുനിയാവിൽ നീ കൊഞ്ചിയിടല്ല, നീ ആർവാദിക്കല്ല. കാരണം ഈ ദുനിയാവ് ശാശ്വതമല്ല. നീയാകുന്ന മാംസപിണ്ഡം കോലമാറി മയ്യത്തായി നിന്റെ നാഥനിലേക്ക് മടങ്ങുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് മോനെ, നീ ഭൂഹുള്ളിടം എന്ന് വെച്ചാൽ ഭൂവാകുന്ന അള്ളാഹുവിനെ ഓർത്തോ എന്നാണ് ഹാജി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, നിന്റെ കൊതികളെല്ലാം അതായത് എന്നാണല്ലോ. ആ അഹദായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കോ എന്നാണ് ഹാജി ഓർമ്മപ്പെടുത്തുന്നത്. ഹാജി തുടരുകയാണ്. അലിഫ് ലാം മീം അത് മറക്കണ്ടടാ, അലിഫ് ലാം മീം അത് മറക്കണ്ടടാ, അതിലടങ്ങിയതും അളന്ന് പാരുകടാ, അതിലടങ്ങിയതും അളന്ന് പാരുകടാ, അറിവേകാൻ മുറബിയിൽ കൂടടാ, അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ, അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ. അള്ളാഹുവിനെയും ഭീമായ മുസ്തഫാദങ്ങളെയും നീ മറന്നു കളയല്ല. കാരണം ഈ ലോകം പടക്കാൻ കാരണക്കാരാണ് മുത്തായ മുസ്തഫാദങ്ങളും, അതുപോലെ ഈ ലോകം പഠിച്ചവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മാത്രമല്ല, അലിഫ് മീം എന്നീ രണ്ടക്ഷരങ്ങൾ ഈ ലോകമത്രയും ഈ ലോകത്തിലുള്ള നിഗൂഢതകളത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ അല്ലാഹുവിനെ അറിയാനും മുത്തായ മുസ്തഫാദങ്ങളെ അടുത്ത് മനസ്സിലാക്കാനും നീ ആത്മീയ ഗുരുക്കളെ സമീപിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇടയിലില്ലാത്ത ആട്ടുപറ്റങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്നാണ് ആശയം ഓർമ്മപ്പെടുത്തുന്നത്. സമാനമായ ലൈഫ്മാനിൽ ചാലിച്ചെഴുതിയ മറ്റൊരു വിരുദ്ധം കൂടി നമുക്ക് കേട്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഒന്നാണെന്നോർത്ത് രസിക്കടാ, അഹ്ലു ഹഖിൽ നീ ചേരാൻ സബബാണടാ, അഹദിൽ ഈമാൻ ഉറപ്പിക്കാൻ വേണടാ, അഹദിൽ നീ ചേരൂലടാ, അല്ലാഹു ഒന്നാണെന്നോർത്ത് രസിക്കടാ, അഹ്ലു ഹഖിൽ നീ ചേരാൻ സബബാണടാ, അഹദിൽ ഈമാൻ ഉറപ്പിക്കാൻ വേണടാ, അഹ്മദില്ല അഹദിൽ നീ ചേരൂലടാ. അഹദായ അല്ലാഹുവിലേക്ക് എത്താനുള്ള ഏക വഴിയാണ് മുത്തായ മുസ്തഫാദങ്ങൾ. ആ മുത്തായ മുസ്തഫാദങ്ങളോട് കൂടെ അല്ലാതെ എനിക്ക് ആർക്കും അഹദിലേക്ക് എത്താൻ സാധിക്കുകയില്ല, അതിന് നമുക്ക് ആർക്കും കഴിയുകയുമില്ല എന്നാണ് ഹാജി ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു ഒന്നാണെന്നോർത്ത് രസിക്കടാ, തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ, തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ, തന്നെ തിരിവാണർക്കായി കൊടുക്കടാ, തായ്മയില്ലെങ്കിൽ തെണ്ടും കൂറപ്പെടാ, തന്നെ തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ, തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ, തന്നെ തിരിവാണർക്കായി കൊടുക്കടാ, തായ്മയില്ലെങ്കിൽ തെണ്ടും കൂറപ്പെടാ. നിന്റെ കാഴ്ച, നിന്റെ കേൾവി നിന്റേതാണെന്ന് നിനക്കറിയുന്നത് എല്ലാം അള്ളാഹുവിനുള്ളതാണെന്ന് ധർമ്മബോധ്യത്തോടുകൂടെ നീ അറിയാൻ ശ്രമിക്കുക. നിനക്ക് നീ ആരാണെന്ന് തിരിഞ്ഞാൽ അതായ അള്ളാഹുവിനെ തിരിയും. ആ ഹെക്കമിന് മുമ്പിൽ നീ വെറും തോന്നൽ മാത്രമാണെന്ന് നിനക്ക് തിരിയും. ഇത്രയുമേൽ മനോഹരമാണ് ഈ വരികൾ. ഈ വരികൾ വാദ്യോപകരണങ്ങളുടെ അകമ്പടി സേവിക്കാതെ കച്ചവടവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന സൂഫിയാകാനാകാനാകില്ലെന്നും പൂർണ്ണമായ മുക്തി നേടി നിന്റെ തനതായ ശൈലി അവതരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥന വെച്ച് ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. കടിയിൽ വള്ളൽ മുഹമ്മദിനുമലർ താളമടിക്കടിയിൽ നിലവാസം നാം പുകഴണേ, നിലവാസം നാം പുകഴണേ, അതിനൗബലസ് അരല്ല കെൻസദിയിൽ അലികുഫുൽ അലിഫ് ത്വാഹ. തങ്ങളുടെ പേരിൽ നിങ്ങൾ നല്ല താളത്തിലും ഈണത്തിലും സ്വലാത്തും സലാമും ചൊല്ലി ആത്മീയ സായുജ്യം പുണരണേ. നിങ്ങൾ അവിടുത്തെ മധുഹുകൾ പുകളുകൾ പറയണേ എന്ന ഇച്ഛമസ്താൻ അവരുടെ ഉപദേശം ചേർത്ത് വെച്ച് ഞങ്ങൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.